മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം. ഗുണ്ടാ നേതാവ് പുത്തൻപാലം രാജേഷ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമാണ് സംഭവം. പോലീസ് പിന്തുടർന്നെത്തി പിടികൂടുന്നതിനിടെ രാജേഷ് രക്ഷപ്പെട്ടു. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, നേരത്തെ തന്നെ ഈ രാജേഷിനെതിരെ നിരവധി കേസുകൾ ഒക്കെ ഉള്ളത് വാർത്തകളിൽ തന്നെ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായിരുന്നു ഈ സംഭവം? ഇങ്ങനെയൊരു ഗുണ്ടാവിളയാട്ടത്തിന് സാഹചര്യമൊരുങ്ങിയത് എങ്ങനെയാണ്? അഭിലാഷ്, ഞായറാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്ത് ആംബുലൻസ് ഡ്രൈവറെ പുത്തമ്പാലം രാജേഷ് ഇങ്ങനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നത്. അവിടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. രാജേഷിനൊപ്പം മറ്റ് ചില ഗുണ്ടകളും ഉണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാവിളയാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പ്രകോപനപരമായി സംസാരിക്കുകയും തുടർന്ന് ഈ കത്തി, ഏതാണ്ട് വാളിന്റെ സ്വഭാവമുള്ള ആയുധം തന്നെയാണ്, ഇതുമായി ആംബുലൻസ് ഡ്രൈവർക്ക് അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പിന്നീട് വാഹനത്തിൽ, വന്ന കാറിൽ തന്നെ രാജേഷും സംഘവും അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പോലീസ് പിടികൂടാൻ ശ്രമിച്ചു. ട്രാഫിക്കിൽ സന്ദേശം നൽകി ഈ 9000 എന്ന നമ്പറിലുള്ള ആ കാർ എവിടെ കണ്ടാലും പിടികൂടണമെന്ന സന്ദേശം പോലീസിന് ലഭിച്ചു. തുടർന്ന് തമ്പാനൂർ പോലീസ് ഈ കാറ് മാഞ്ഞാലിക്കുളത്ത് നിന്നാണ് പിടികൂടുന്നത്. കാറിൽ ആ സമയത്ത് ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജേഷും മറ്റുള്ളവരും ആ സമയത്ത് കടന്നു കളഞ്ഞിരുന്നു. നേരത്തെ ഓംപ്രകാശ് മറ്റൊരു ഗുണ്ടാ സംഘവുമായി ഏറ്റുമുട്ടിയ അത് കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായത്. അതും ഈ കുടിപ്പകയാണ്. രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് അത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. പാറ്റൂരിലായിരുന്നു അങ്ങനെ ആക്രമണം നടന്നത്. ഓംപ്രകാശിന്റെ സംഘവും മറ്റൊരു ഗുണ്ടാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയും ഓംപ്രകാശിന്റെ സംഘം മറ്റേ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അയാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്നിരുന്നാലും തുടർച്ചയായി ഗുണ്ടാ ആക്രമണങ്ങൾ തലസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥിതികൾ എത്തിയിരിക്കുന്നു. നിരവധി കേസുകളിൽ പ്രതികൾ കൂടിയായിട്ടുള്ള ഈ ഗുണ്ടകളാണ് വീണ്ടും സംസ്ഥാനത്ത്, അതും തലസ്ഥാനത്ത് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്നത്.